കോൺഗ്രസിലെ കൊണ്ടുപിടിച്ച മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ മുഖ്യമന്ത്രിയായി കേരളത്തെ നയിക്കട്ടെ എന്ന് വി ഡി സതീശനൊരു ആശംസ കിട്ടി. എറണാകുളം പറവൂർ ഡോൺ ബോസ്കോ പള്ളി വികാരി പ്രിൻസ് പടമാട്ടുമേലാണ് ഈ ആശംസ അറിയിച്ചത്. പള്ളിയിലെ പന്തൽ കാൽനാട്ടൽ ചടങ്ങിനെത്തിയതായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമുള്ളത് ഈ തിരുഹൃദയ തിരുനാളിന് ഇവിടെ ഭക്ഷണം കഴിക്കുവാനായിട്ട് മുഖ്യമന്ത്രിയായി അങ്ങ് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യാശ. തീർച്ചയായിട്ടും ഇനിയുള്ള അനേകം വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി മുഴുവനും ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു വിധി നിർണയത്തിലൂടെ ഞങ്ങളെ നയിക്കുവാനും ഭരിക്കുവാനുമുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട്. എന്നാൽ അതേസമയം വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. മൗനം വിദ്വാനുഭൂഷണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ വിഷ്ണു. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണിത്. അത് ഇന്ന് അദ്ദേഹം റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം ഡോൺ ബോസ്കോ പള്ളിയിലൊരു പന്തൽനാട്ടിൽ കർമ്മം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് സ്ഥിരമായി അത് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് വലിയൊരു ആശംസ ഈ പള്ളി വികാരിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. മുഖ്യമന്ത്രിയായി തിരിച്ചു വരട്ടെ, അതായത് പെരുന്നാൾ നടക്കുന്നത് 14-ാം തീയതിയാണ്. 14-ാം തീയതി ഈ പള്ളി അങ്കണത്തിലേക്ക് വി ഡി സതീശൻ എത്തുമ്പോൾ അത് മുഖ്യമന്ത്രിയായി വരട്ടെ എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിട്ടുള്ള ആശംസ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിനും വി ഡി സതീശൻ തയ്യാറായില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹം കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ, അതിനുശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് പറവൂര് ഉള്ളത്. പറവൂര് ഏകദേശം 21,000 വോട്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം. ഇത്തവണ അത് മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് അത് അവരുടെ പ്രതീക്ഷ. അവരുടെ ക്യാമ്പയിൻ തന്നെ പറവൂരിന്റെ പ്രതീക്ഷ, അല്ലെങ്കിൽ പറവൂരിൽ നിന്ന് കേരളത്തിന്റെ പ്രതീക്ഷ എന്നാണ് വി ഡി സതീശൻ ഇത്തവണ പറവൂരിൽ അവതരിപ്പിച്ചത്. ഈ വി ഡി ബ്രിഗേഡ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഇത്തവണ എന്താണ് പ്രതീക്ഷ? പറവൂരിൽ ഭൂരിപക്ഷം കൂടുമോ? കേരളത്തിന്റെ ആവേശം തന്നെ പറവൂരിലാണ്. പറവൂരാണ് കേരളം ഉറ്റുനോക്കുന്ന ഒരു സ്ഥലമാണ് പറവൂർ. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ് 25 കൊല്ലമായി പ്രതിനിധീകരിക്കുന്ന മണ്ഡലം, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയെ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ കേരളത്തിന്റെ ആവേശം പറവൂരിലാണ്. അവിടുന്ന് മുഖ്യമന്ത്രി ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും അവരുടെ എല്ലാം പ്രതീക്ഷ അങ്ങനെയാണ്. പറവൂരിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാകണം എന്നുള്ളതാണ് പറവൂരിലെ ആളുകളുടെ പ്രതീക്ഷ. അതാണ് അവർ പങ്കുവെക്കുന്നത്. ആ പ്രതീക്ഷ ഇവിടുത്തെ പള്ളി വികാരിയും പങ്കുവെക്കുന്നു. പക്ഷേ അത്തരത്തിലൊരു പരസ്യ പ്രതികരണത്തിലേക്ക് വി ഡി സതീശൻ തയ്യാറായിട്ടില്ല. എറണാകുളം ജില്ല UDF-ന് എക്കാലത്തും വലിയ മേൽക്കൈ നൽകിയിട്ടുള്ള ജില്ലയാണ്. 14 സീറ്റുകളുണ്ട്. അവിടെ ഒരു ക്ലീൻ സേഫ് 14 നേടാമെന്ന പ്രതീക്ഷയാണ് UDF പങ്കുവെക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. കഴിഞ്ഞ തവണ 5 സീറ്റ് ഞങ്ങൾ നേടിയതാണ്, അതിൽ ഒരു സീറ്റ് കൂടി വർദ്ധിപ്പിച്ചത് 6 ആക്കാം എന്ന പ്രതീക്ഷ ഇടതുപക്ഷവും പങ്കുവെക്കുന്നു. 2020-ക്ക് 2 പ്രധാനപ്പെട്ട സീറ്റുകൾ മത്സരിക്കുന്നുണ്ട്. കുന്നത്തുനാടും തൃപ്പൂണിത്തുറയിലും. അവിടുത്തെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പോകുന്നത് 2020 ആയിരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അങ്ങനെ പോരാട്ടത്തിലേക്ക് ഇറങ്ങില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.